അങ്ങനെ മെഡിസെപ്പ് എന്ന ഉഡായിപ്പ് അന്ത്യശ്വാസം വലിക്കുന്നു. കഴിഞ്ഞ 6 മാസക്കാലമായി നിരന്തരമായി നമ്മൾ വീഡിയോ ചെയ്തിരുന്ന ഒരു വിഷയമാണ് മെഡിസെപ്പ്. ഇടയ്ക്ക് വെച്ച് അങ്ങ് തണുത്ത് ഞങ്ങൾ മരവിച്ച മനസ്സുപോലെ ആയി, ഇതങ്ങ് മതിയാക്കി. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ആരോടാണ്? ബധിരന്മാരായിട്ടുള്ള, അന്ധന്മാരായിട്ടുള്ള, മൂകന്മാരായിട്ടുള്ള ഭരണവ്യവസ്ഥകളോട് വീഡിയോ ചെയ്ത് നമ്മൾ എന്തിനാണ് നമ്മൾ ശത്രുക്കളെ സൃഷ്ടിക്കുന്നതെന്ന് തോന്നി മതിയാക്കി. മെഡിസെപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി. കുറേ അധികം ആളുകളെ നമ്മൾ സഹായിച്ചു, ഒരുപാട് പേരെ സഹായിച്ചു. ഇതിനിടയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി ഒരുപാട് ആളുകൾ സാന്ത്വനം വാങ്ങി, അവരുടെ പണം തിരിച്ചു വാങ്ങി. ഒരുപാട് ആളുകൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൽ പോയി അവർക്ക് ചിലവായ മുഴുവൻ തുകയും അവർ വാങ്ങി. ഇതിനൊക്കെ നമ്മളെ വീഡിയോകൾ സഹായിച്ചു. നമ്മൾ ഒരുപാട് അവരെ വ്യക്തിപരമായും വാട്സപ്പിലൂടെയും അല്ലാതെയുമൊക്കെ അവരെ സഹായിച്ചു. ഒരുപാട് ആളുകളാണ് എൻ്റെ സഹായം എടുത്തത്. അപ്പോൾ സഹായം എടുക്കുന്നുമ്പോൾ അവർ പറയും, സാർ നമ്മളെ സഹായിച്ചാൽ സാറിന് നമ്മൾ ഫീസ് തരും, അങ്ങനെ എങ്ങനെയാണെന്ന് പറയും. പക്ഷേ സഹായം കിട്ടിക്കഴിയുമ്പോൾ തദൈവ പിന്നെ ഫോൺ ഇങ്ങോട്ടും വിളിക്കത്തില്ല, അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. അത് വേറെ കാര്യം, അത് പോട്ടെ. അത് മലയാളിയുടെ ഒരു ശരാശരി മലയാളിയുടെ ഒരു കുഴപ്പം അങ്ങനെ ഉണ്ട്. സർവീസ് കൺസൾട്ടൻസി എന്നൊക്കെ പറഞ്ഞിട്ട് സാർ നമുക്ക് ആശയങ്ങൾ എടുക്കുകയും അഭിപ്രായങ്ങൾ എടുക്കുകയും എഴുതി വാങ്ങുകയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഫോൺ എടുക്കാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം മതിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എന്തായാലും ഗവൺമെൻറ് അത് സീരിയസ് ആയിട്ട് എടുത്തു എന്നുള്ളത് വളരെ സന്തോഷമാണ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി അവർ ഇന്നലെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇത് ഉഡായിപ്പാണ്, തട്ടിപ്പാണ്. എന്തായിരുന്നു അതിലെ ഉഡായിപ്പ്? നമ്മൾ പറയാൻ ശ്രമിച്ചത് എന്തായിരുന്നു? ഒരാളിന് ഇഷ്ടമില്ലെങ്കിലും അയാളുടെ ആരോഗ്യ ഈ പരിപാടിയിൽ ചേർന്നേ പറ്റൂ, ഇതൊരു വെൽഫെയർ സ്കീമാണ്, അതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത്. അത് തന്നെ ഒരു തട്ടിപ്പായിരുന്നു. രണ്ടാമത് ഗവൺമെൻറ് ചെയ്തത്, കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ജോലിയുള്ള ഒരു കുടുംബത്തിൽ ഒരാളിന്, ഭാര്യയ്ക്കോ ഭർത്താവിനോ കേന്ദ്ര ഗവൺമെൻറ് ജോലിയുണ്ടെങ്കിൽ അവരുടെ പാർട്ട്ണർക്ക് ഫാമിലി ഇൻഷുറൻസ് കാണും. അതിനെ മൈൻഡ് ചെയ്യാതെ അവരും കേരളത്തിൽ പങ്കെടുക്കണം, ഇതിൽ പൈസ അടയ്ക്കണം എന്ന് പറഞ്ഞ അതിക്രൂരമായ ഒരു കാര്യം ചെയ്തു. ഇനി അതിനേക്കാൾ പ്രധാനം, കണ്ണാശുപത്രികളാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വന്നത്. കണ്ണാടി ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള കണ്ണാശുപത്രിയുടെ ഒരു ലോബി ഇതിനകത്ത് കൃത്യമായി പ്രവർത്തിച്ചതായും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതുപോലെ നടന്ന മറ്റൊരു ഉഡായിപ്പാണ്, ഹോസ്പിറ്റലിൻ്റെ പേര് കാണും, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനകത്ത് കാണത്തില്ല. ഉദാഹരണം, ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഗൈനക്കുമായി ബന്ധപ്പെട്ടൊരു വിഷയമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നാൽ ഹോസ്പിറ്റലിൻ്റെ പേര് കാണും. അങ്ങനെ ലിസ്റ്റിലുള്ളത് കൊണ്ട് സന്തോഷത്തോടെ അവിടെ പോയി ഒരു ഓപ്പറേഷനൊക്കെ നടത്തി കഴിയുമ്പോൾ അതിന് ആ ഹോസ്പിറ്റലിന് പൈസ തിരിച്ച് കിട്ടുമല്ലോ എന്നുള്ള സന്തോഷമല്ല, ഓപ്പറേഷൻ സന്തോഷമാണെന്നല്ല പറഞ്ഞു, സങ്കടത്തോടു കൂടിയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ്, അവിടെ പൈസയെല്ലാം അടച്ച് കാര്യത്തോട് അടുക്കുമ്പോഴാണ് അറിയുന്നത് ആ ഹോസ്പിറ്റലിൽ ഗൈനക്കിന് സംവിധാനമില്ല. അല്ല, സംവിധാനം മീൻസ് ഇൻഷുറൻസ് ഇല്ല. ചില സ്ഥലത്ത് ഗ്യാസ്ട്രോക്ക് ഇതുപോലെ വരും, ചില സ്ഥലത്ത് കാർഡിയാക് അറസ്റ്റിന് പോലുള്ള കാര്യങ്ങൾക്ക് ചെന്ന് പെട്ടെന്ന് കൊണ്ട് ചെല്ലുമ്പോൾ ലിസ്റ്റ് നോക്കുമ്പോൾ പേരുണ്ട് ഹോസ്പിറ്റലിൻ്റെ, ചെന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പറയുന്നത് ഇവിടെ അങ്ങനെ ഒരു സംവിധാനമില്ല എന്ന്. ഇത്ര അങ്ങനെ വളരെ ഗുരുതരം. അതിനെതിരെയും ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ ഒരുപാട് കേസുകളിൽ വിധി പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ലിസ്റ്റിലുണ്ടോ ഇല്ലേ എന്നൊന്നും ഒരു വിഷയമല്ല, നിങ്ങളെ ഹോസ്പിറ്റൽ പോലും എൻലിസ്റ്റ് ചെയ്തിട്ടുള്ളത് വിഷയമല്ല. നിങ്ങൾ ഈ രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രിയാണെങ്കിൽ നിങ്ങൾ ഈ സൗകര്യം കൊടുത്തേ പറ്റൂ എന്ന് കോടതി വിധികൾ വരെ ഉണ്ടായി. അങ്ങനെ വളരെ വലിയ ഉഡായിപ്പായിട്ട് നടപ്പിലാക്കിയ പിണറായി വിജയൻ സർക്കാരിൻ്റെ സർവീസ് സംഘടനകളോടും സർക്കാർ ജീവനക്കാരോടും പെൻഷൻകാരോടും ചെയ്ത ഏറ്റവും വലിയ കൊടിയ പാതകമായിരുന്നു മാസം തോറുമുള്ള ഈ പിടിച്ചു പറയി. ആ പിടിച്ചു പറയുകയാണ് ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാർ ഒഴിവാക്കുന്നത്. അത് സമഗ്രമായി പരിശോധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, 25 ലക്ഷം രൂപ. അതും എല്ലാം കൂടി കൂട്ടി വായിച്ചുകൊണ്ട് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഗൗരവതരമായ ഒരു പെൻഷൻ പാക്കേജ് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അത് എത്ര കണ്ട് ശരിയായിരിക്കുമെന്നറിയില്ല. എന്തായാലും ഗവൺമെൻറ് വളരെ സജീവമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും മനോഹരമായ കാഴ്ച.